ഭൂമി പിളർക്കുമാർ ഒരു മിന്നൽ തെളിഞ്ഞപ്പോൾ അവളുടെ ശരീരം അവനോട് കൂടുതൽ അടുത്തു. മഴത്തുള്ളികൾ കുളത്തിലെ വെള്ളത്തോടൊപ്പം ലയിച്ചപ്പോൾ ഒരു വശ്യമായ ചിരിയോടെ അവൾ പടവുകളിലേക്ക് കയറി. നരഞ്ഞു കുതിർന്ന മുടിയഴകൾ പുറകിലേക്ക് മാടിയൊതുക്കി അവനും അവൾക്ക് പുറകെ കയറി. അവന്റെ നെഞ്ചിലെ രോമക്കാടുകൾ നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒഴുകിയിറങ്ങി. താടിയിലെ വെള്ളത്തുള്ളികൾ കൈകളാൽ തുടച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് തലവിട്ടിച്ചു. അവൻ ഹാളിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൾ പുറകിലേക്ക് നീങ്ങി. ഒടുക്കം ചുമരിൽ തട്ടി നിന്ന് ആ ചുവടുകൾ നിലച്ചപ്പോൾ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. നനഞ്ഞ മീശ പിരിച്ച് തന്നിലേക്ക് നടന്നെടുക്കുന്ന അവനെ അവൾ വിറയലോടെ നോക്കി. അവന്റെ കൈവലയത്തിനുള്ളിൽ കുറുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളിൽ നാണം പൊതിഞ്ഞു. വീണ്ടും അവന്റെ മുഖം തന്നിലേക്ക് അടുക്കുന്ന കണ്ടതും അവൾ അവനെ കുളത്തിലേക്ക് തള്ളിയിട്ട് പടവുകൾ ഓടിക്കേറി. വേദു ദേ നിക്കണേ, അവൻ വിളിച്ചു പറഞ്ഞു. ഇല്ല. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാരി തൽപ്പം മാറിലേക്ക് വലിച്ചിട്ട് തൊടിയിലൂടെ ഓടി. ഡെന്നി ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ വെള്ളത്തിലേക്ക് മലർന്നടിച്ച് വീണു. മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ച് അതിൽ ചാരി നിന്ന് അവൾ കിതച്ച്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് മാറിൽ നിന്നും സാരി തൽപ്പ് മാറ്റി അവൾ തന്റെ പ്രതിരൂപം നോക്കി. മാറിലും കഴുത്തിലുമായി തെളിഞ്ഞു കാണുന്ന അവന്റെ ദന്തങ്ങളുടെ പാട് കണ്ടതും അവളിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി വിടർന്നു. വയറിലായി തെളിഞ്ഞു കാണുന്ന അവന്റെ വിരലുകളുടെ പാടിലൂടെ അവൾ പതിയെ തഴുകി. അവന്റെ ദേഹത്തിന്റെ ചൂട് തന്നിൽ ഇപ്പോഴും ഉള്ള പോലെ അവൾക്ക് തോന്നി. മായാത്ത പുഞ്ചിരിയോടെ അവൾ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിൽ കയറി. ലച്ചു ഡ്രസ്സ് മാറി ഒരു ധാവണിയെടുത്ത് താഴേക്ക് നടന്നു. താൻ പൂർണ്ണമായി ആ പഴയ ലച്ചുവായി എന്ന് അവൾക്ക് തോന്നി. അപ്പോഴും മനസ്സിൽ വിങ്ങലായി അച്ഛന്റെയും അമ്മയുടെയും അപ്പച്ചന്റെയും മുഖം തെളിഞ്ഞതും അവൾ അത് ഉള്ളിൽ തന്നെ ഒതുക്കി ഒരു പുഞ്ചിരിയോടെ എല്ലാവരുടെയും അടുത്തേക്ക് നടന്നു. ഉമ്മറത്തെ ചാരുപടിയിൽ അമ്മമാരുടെയും അച്ഛന്മാരുടെയും നടക്കിരിക്കുകയാണ് മിഴി. നന്ദു വാങ്ങിക്കൊടുത്ത ഒരു കരിമ്പച്ച പട്ടുപാവാടയാണ് വേഷം. മുടിയെല്ലാം വാരിക്കെട്ടി വെച്ചിട്ടുണ്ട്. നെറ്റിയിലൊരു ഭസ്മക്കുറി. ലച്ചു അത്ഭുതത്തോടെ മിഴിയെ നോക്കി. ഇതെവിടുന്ന ഈ ഉടുപ്പ്? ലച്ചു ഉമ്മറത്തേക്ക് വന്നിട്ട് ചോദിച്ചു. ഇതേ എനിക്ക് നന്ദച്ചൻ വാങ്ങിച്ചെന്നതാ, നല്ലതല്ലേ ലച്ചു? അവൾ ചാരുപടിയിൽ എഴുന്നേറ്റ് നിന്ന് പാവാട കറക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ കിടന്ന് കറങ്ങുന്ന കണ്ടതും മായ അവളെ വീഴാതെ പിടിച്ചു. പിന്നെ സുന്ദരിയായ അമ്മയുടെ മോള്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതേപോലത്തെ വാങ്ങിച്ചു തരാന്ന്. നിനക്കിതൊന്നും പിടിക്കില്ലല്ലോ. പാപ്പ വന്നേ പിന്നെ 2 മാച്ചിന് മാത്രമേ ഇടുള്ളൂ. ലച്ചു മിഴിയെ നോക്കി പറഞ്ഞു. അത് നന്ദച്ച സ്നേഹത്തോടെ വാങ്ങിച്ചു തരുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? മിഴി നാണത്തോടെ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അപ്പോഴേക്കും ഡെന്നി നനഞ്ഞു മാറ്റി ഒരു കാവ്യമുണ്ടും പനിയിലിട്ട് വന്നിരുന്നു. ലച്ചു നിൽക്കുന്നതിനടുത്തായി വന്നു നിന്ന് അവൻ അവളുടെ വയറിൽ പിച്ചി. ലച്ചു നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ചാരുപടിയിൽ നിൽക്കുന്ന മിഴി അവൻ കൂർപ്പിച്ച് നോക്കി. ഡെന്നി നോക്കുന്ന കണ്ടതും മിഴി ഒരു കള്ളച്ചിരിയുടെ മുകളിലേക്ക് നോക്കി. ഇടയ്ക്കിടെ അവൻ നോക്കുന്നുണ്ടെന്നറിയാൻ അവൾ ഇടം കണ്ണിട്ട് നോക്കി. ഡെന്നി അത് കണ്ടതും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് അവളുടെ മുമ്പിൽ ചെന്ന് കൈകെട്ടി നിന്നു. നോക്ക് പപ്പേ, ഞാൻ സുന്ദരിയായില്ലേ? വിഷയം മാറ്റാനെന്ന പോലെ അവൾ കണ്ണു ചിമ്മി കാണിച്ചു. ഡെന്നി അവളോട് പിണങ്ങിയതുപോലെ പുറത്തേക്ക് നോക്കി നിന്നു. പപ്പി എനിക്ക്, അവൾ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അത് കേൾക്കാത്ത പോലെ നിന്നു. പപ്പി ഞാൻ ചാടി, മിഴി അവന് നേരെ ചാടിക്കൊണ്ട് പറഞ്ഞു. ഞൊടിയിടയിൽ അവൻ അവളെ എടുത്തുയർത്തി. എല്ലാവരും നെഞ്ചിൽ കൈവച്ച് നിന്നു. പക്ഷേ മിഴി ഒരു കൂസണില്ലാതെ ഡെന്നിക്ക് ഉമ്മൊടുക്കും തിരക്കിലായിരുന്നു. എന്ത് പണിയാ മോളെ കാണിച്ച്, വീണിരുന്നെങ്കിലോ? മാലതി ആദിയോടെ ചോദിച്ചു. ഞാനേ എന്റെ പപ്പയുടെ അടുത്തേക്കും ചാടി, പപ്പനെ വീയാൻ സമ്മതിക്കൂല. മിഴി ഡെന്നിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി നിറഞ്ഞ സന്തോഷത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. എല്ലാവരും അവരുടെ സ്നേഹം കണ്ട് കണ്ണു നിറച്ച്. രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഉമ്മർത്തിരുന്ന് സംസാരമായിരുന്നു. മിഴി ഡെന്നിയുടെ മടിയിലിരുന്ന് നന്ദന്റെ മടിയിലേക്ക് കാല് നീട്ടി വെച്ചിട്ടുണ്ട്. അച്ഛന്മാർ രണ്ടുപേരും തിണ്ണയിൽ കാല് നീട്ടി വെച്ചിരിക്കുന്നുണ്ട്. മായയും ട്രീസയും ചുമരിൽ ചാരി നിലത്തിരുന്നു. ട്രീസയുടെ മടിയിലായി ഗൗരിയുണ്ട്. ലച്ചു മാലതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ധാവണിയെടുത്ത ഒരു ഭസ്മക്കുറിയുമായി കിടക്കുന്ന ലച്ചുവിലേക്ക് ഇടയ്ക്കിടെ ഡെന്നിയുടെ കണ്ണുകൾ പാറി വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം തന്നിലേക്ക് വീഴുമ്പോൾ അവൾ ഒരു ചിരിയോടെ മാലതിയുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടിരുന്നു. ഡെന്നി അവളുടെ നാണം കണ്ട് അവളെ കളിപ്പിക്കാനായി ചുണ്ട് കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു. ലച്ചു അത് കണ്ട് ഞെട്ടിക്കൊണ്ട് മാലതിയുടെ വയറിൽ കടിച്ചു. ആ പെണ്ണെ, ആനങ്ങാതെ കിടക്ക്, പിടിച്ച് കടിക്കല്ലേ? മാലതി ലച്ചുവിന്റെ കയ്യിൽ പതിയെ തള്ളിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ചമ്മിക്കൊണ്ട് എല്ലാവരെയും നോക്കി. ഡെന്നിയെ നോക്കിയപ്പോൾ അവൻ പൊട്ടിവന്ന ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. എന്തോന്നടേ? നന്ദൻ അവനെ നോക്കി ചോദിച്ചു. ചുമ്മാ ഒരു രസം, ഡെന്നി അവനെ കണ്ണിറുക്കി കാണിച്ചു. ട്രീസ കൊച്ചെ, നാളെ എനിക്ക് ചിക്കൻ ഉണ്ടായിത്തരും. എന്തോരം നാളായി ട്രീസ കൊച്ചിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിച്ചിട്ട്, ഗൗരി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ട്രീസ സമ്മതപൂർവ്വം അവളുടെ തലയിൽ തലോടി.
പിന്നെ കുറെ കാലം കൂടി അമ്മച്ചി വന്ന് നിനക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരാനല്ലേ, ഒന്ന് പോയിടി, നിനക്ക് വീട്ടിലൊന്നും തിന്നാൻ തരുന്നില്ലേ? നന്ദൻ അവനെ കളിയാക്കി. ഓ പിന്നെ ഞാൻ നന്ദേട്ടനോട് അല്ലല്ലോ പറഞ്ഞു, ഇയാൾക്ക് ഇത്രയും അങ്ങോട്ട് കൊള്ളേണ്ട കാര്യമില്ല കേട്ടോ. അവൾ അവനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചിട്ട് പറഞ്ഞു. നീ പൊടി, നട്ടപ്പാതിരായാലും വീട്ടിലൊന്നും പോവാതിരിക്കാം. പൊടി പൊടി ഇടിപൊടി. അവനവളെ ചൂടുപിടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. അപ്പോഴേക്കും പടിയണം ദാസം വന്നിരുന്നു. അയാൾ കയ്യിലുള്ള ടോർച്ച് കെടുത്തി ഉമ്മറത്തേക്ക് ചിരിച്ചുകൊണ്ട് കയറി. ബാലൻ അയാളെ വിളിച്ച് അരികിലിരുത്തി. അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് വന്നിരുന്നു, ഇതുവരെയായിട്ടും കണ്ടില്ല, അതുകൊണ്ടൊന്ന് അന്വേഷിച്ചു വന്നാ, അയാൾ ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗൗരി മുഖം കൂട്ടിക്കൊണ്ട് ട്രീസിന്റെ അടുത്തേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നിരുന്നു. ഞാനിന്ന് വരുന്നില്ല, ഇനി ഞാൻ ലച്ചേച്ചിയുടെ കൂടെ, അവൾ വീറോടെ പറഞ്ഞു. അത് കേട്ടതും ഡെന്നിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. അവൻ ദയനീയമായി ഗൗരിയെ നോക്കി. ഗൗരിയാണെന്നും അറിയാതെ സന്തോഷത്തിൽ ലച്ചുവിനെ നോക്കിയാണ്. മിഴിയാണ് ഇതേതാ ഈ മരഭൂതെന്ന രീതി നോക്കിയാണ്. ഡെന്നിയുടെ മുഖം കണ്ടതും ലച്ചു നന്ദനെ അടക്കി ചിരിച്ചു. കളിക്കാതെ വാ പെണ്ണ്, അവിടെ നിന്റെ അമ്മ കിടന്ന് കയറൂട്ടിക്കുന്നുണ്ട് നിന്നെ കാണാനായിട്ട്, ദാസൻ അവളെ നോക്കി പറഞ്ഞു.